ഹായ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഇൻവെൻട്രി മൊഡ്യൂള് ട്രേഡിംഗ് കമ്പനീസൊക്കെ ആണെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ പീരിയോഡിക്കലി സ്റ്റോക്ക് കൗണ്ട് ചെയ്യുകയും അതുപോലെ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൽ ഒടുവിൽ എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് ഇൻവെൻട്രി മൊഡ്യൂൾ എടുക്കുക. ഇൻവെൻട്രി മൊഡ്യൂളിൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും പ്രൊഡക്റ്റിൻ്റെ ടൈപ്പ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻവെൻട്രി മൊഡ്യൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മേലെ ഓപ്പറേഷൻസ് കാണാം. ഓപ്പറേഷൻസിൽ ഫിസിക്കൽ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ താഴെ ഫിസിക്കൽ ഇൻവെൻട്രി എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റും അതുപോലെ തന്നെ ഡേറ്റ്, ഓൺ ഹാൻഡ് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ഓഫീസ് ലാമ്പ് കറൻ്റ്ലി ഓൺ ഹാൻഡ് 0 ആണ്. നമ്മൾ കൗണ്ട് ചെയ്ത സമയത്ത് നമുക്ക് 2 എണ്ണം കിട്ടിയെന്നുണ്ടെങ്കിൽ ന്യൂ കൊടുക്കുക. ഒന്നുകിൽ ആ ഐറ്റത്തിൻ്റെ കോഡ്, പേര് അല്ലെങ്കിൽ ബാർകോഡ്, ഇങ്ങനെ കാര്യങ്ങളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓഫീസ് ലാമ്പ് എന്നുള്ളത് ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്കിവിടെ ഓൺ ഹാൻഡ് 0 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 0 ആണ്. അപ്പോൾ ഈ കൗണ്ടഡ് എന്ന് പറഞ്ഞ കോളത്തിൽ നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി നിലവിൽ ഫിസിക്കലി ഉള്ളത് അവിടെ കൊടുക്കുക. 2 ദെൻ ക്ലിക്ക് അപ്ലൈ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ പ്രൊഡക്റ്റിൽ ഓഫീസ് ലാമ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ 2 യൂണിറ്റ് എന്ന് ഇവിടെ കാണാൻ പറ്റും മേലെ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ 2 ഞാനിവിടെ നിന്ന് 4 അല്ലെങ്കിൽ 5 എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് എനിക്ക് ഇവിടെ നിന്നും സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്വാണ്ടിറ്റി ഇവിടെ മാറുന്നുണ്ട്. കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള മെത്തേഡ് ഓപ്പറേഷൻസിൽ ഫിസിക്കൽ ഇൻവെൻട്രിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ എക്സൽ ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എക്സൽ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റിൻ്റെ പേര്, ഡേറ്റ്, അതേപോലെ തന്നെ കൗണ്ടഡ് ക്വാണ്ടിറ്റി, ലൊക്കേഷൻ, മൾട്ടിപ്പിൾ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കൂടെ ഇതിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ആ രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇതിലിപ്പോൾ നമ്മൾ അപ്ലൈ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ ആ ഒരു ക്വാണ്ടിറ്റി എഫക്റ്റ് വരില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഒരെണ്ണം കൂടെ കാണിക്കാം. ഓൾറെഡി ക്വാണ്ടിറ്റി ഉള്ളതിനെ ഓക്കെ, ഈ ക്യാബിനറ്റ് വിത്ത് ഡോർസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമുക്ക് ഓൺ ഹാൻഡ് ക്വാണ്ടിറ്റി 34 ആണുള്ളത്. ഈ 34 ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് 34ൽ 30 ആണെങ്കിൽ ഓപ്പറേഷൻസിൽ ഫിസിക്കൽ ഇൻവെൻട്രി എടുക്കുക, ന്യൂ കൊടുക്കുക, ആ ഐറ്റമിയുടെ പേരോ ഐറ്റം കോഡോ ബാർകോഡോ കൊടുക്കുക. ഇവിടെ 33 ആണുള്ളത്. കൗണ്ടഡ് ക്വാണ്ടിറ്റി 30 ആണെങ്കിൽ ഞാനിവിടെ 30 എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ഡിഫറൻസ് കാണിച്ചു തരും. ഇനി അതിൽ ഓൾറെഡി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അത് വാലിഡേറ്റ് ചെയ്യാതെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഇവിടെ അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി പ്രൊഡക്റ്റിൽ പോയിട്ട് ക്വാണ്ടിറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കവിടെ 31 ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. ഈ 31 ക്വാണ്ടിറ്റി എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കതിൽ തന്നെ ഹിസ്റ്ററി കാണാൻ പറ്റും. ഇപ്പോൾ റിപ്പോർട്ടിങ്ങിൽ സ്റ്റോക്ക് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹിസ്റ്ററി കാണാൻ പറ്റും. ഹിസ്റ്ററിയിൽ ഇവിടെ 3 യൂണിറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 33, അതേപോലെ തന്നെ 1 ക്വാണ്ടിറ്റി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, 34. ദെൻ ഇതിൽ 3 ക്വാണ്ടിറ്റി. ഇപ്പോൾ ഇതിൽ വേറൊരു സീരിയൽ നമ്പറിലൊരു ഐറ്റം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ 31 വന്നത്, 30ക്ക് പകരം. അതായത് ഈ ഒരു ഐറ്റമാണ് നമ്മൾ കുറച്ച് കൊടുത്തത്. ഇത് വേറൊരു സീരിയൽ നമ്പറിലുള്ള പ്രോഡക്റ്റാണ്. ഓക്കെ. ദെൻ ബൾക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ബൾക്കായിട്ട് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.